ഹലോ ഗൈസ്, അരി അടുപ്പത്തിരുന്ന് വേയുമ്പോഴേക്കും നമുക്കിന്ന് അത്താഴ പരിപാടി നോക്കാം. ആദ്യം തന്നെ ഫ്രിഡ്ജിലിരിക്കുന്ന ഈ മരവിച്ച മത്തിക്കുട്ടന്മാരെ കുറച്ച് വെള്ളം ഒഴിച്ച് തണുപ്പ് മാറാൻ വയ്ക്കാം. ഇവന്മാർ സെറ്റാകുമ്പോൾ നല്ല കുരുമുളകാക്കിയിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഇനി നമുക്ക് കുറച്ച് ജീരകവും ഉലുവയും ഒന്ന് വറുത്തിടിച്ച് പൊടിച്ച് വയ്ക്കാം, മോര് കാച്ചാൻ. എന്നിട്ട് മത്തിക്കുട്ടന്മാരെ വറുത്തെടുക്കാൻ വെളുത്തുള്ളി ചതച്ചതും കുരുമുളക് ചതച്ചതും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവയെല്ലാം ആവശ്യാനുസരണം സമാസമം ചേർത്ത് എണ്ണയൊഴിച്ച് ചാലിച്ച് വയ്ക്കാം. എന്നിട്ട് അത് വരഞ്ഞു വെച്ചിരിക്കുന്ന മത്തിയിലേക്ക് തേച്ച് പിടിപ്പിക്കാം. ഇതൊന്ന് സെറ്റാവട്ടെ. അപ്പോഴേക്ക് നമുക്ക് മോര് കാച്ചാം. വാ. വെളുത്തുള്ളി, ഇഞ്ചി, കൊച്ചുള്ളി, പച്ചമുളക്, കറിവേപ്പില, നല്ല പുളിയുള്ള തൈര് എന്നിവയാണ് അവശ്യ വസ്തുക്കൾ. പാൻ ചൂടാക്കി എണ്ണയൊഴിച്ച് എണ്ണ ചൂടാവുമ്പോൾ കുറച്ച് കടുകിട്ട് പടപട പൊട്ടിക്കണം. എന്നിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി, പച്ചമുളക്, കറിവേപ്പില എന്നിവ നന്നായി വഴറ്റിയെടുക്കണം. ഇവ നന്നായി വഴറ്റുമ്പോൾ അതിലേക്ക് ലേശം മുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവയും നമ്മൾ ആദ്യം ഇടിച്ച് പൊടിച്ച് വെച്ച ഉലുവ, ജീരകപ്പൊടിയും ചേർത്ത് നന്നായി മൂപ്പിക്കണം. ശേഷം നല്ല പുളിയുള്ള തൈര് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇളക്കി തിള വരുന്നതിന് മുമ്പേ മോര് വാങ്ങി വയ്ക്കാം. ചൂടാറുമ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ആഹാ, എരിവും പുളിയുമുള്ള നല്ല ഒന്നാന്തരം മോര് റെഡി. ഇനി നമുക്ക് മീൻ വറക്കാം. ഒരു ഫ്രൈ പാനിൽ എണ്ണയൊഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ മസാല തേച്ച് വെച്ചിരിക്കുന്ന മത്തിക്കുട്ടന്മാരെ തലങ്ങും വിലങ്ങും വെച്ച് കൊടുക്കുക. ഒരു വശം നന്നായി മൊരിഞ്ഞ ശേഷം തിരിച്ചിട്ട് മറുവശം നന്നായി മൊരിച്ചെടുക്കുക. ആഹാ, ഇപ്പം നല്ല മത്തിവറുത്ത മണം വന്നില്ലേ? അതാണ്. അപ്പോൾ ഇനി അത്താഴം. ചോറ്, എരിവും പുളിയും ഒക്കെ ചേർന്ന നല്ല അടിപൊളി മോര്, പിന്നെ നല്ല മത്തി വറുത്തത്. അത് പിന്നെ ഇന്നലെ ഇവിടെ വെച്ച മീൻകറിയാണ്. എല്ലാം ഇരിക്കട്ടെ. അപ്പോൾ ഇനി കഴിക്കാം. അത്രയേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ്. ബൈ.